ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. 1 കൊരിന്തോസ് 13:13. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും നാം ആഗ്രഹിക്കുന്നു. സ്നേഹം നശിക്കാതെ എന്നും നിലനിൽക്കുന്നു. മരണത്തിനു പോലും സ്നേഹത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നില്ല. അന്തമില്ലാത്തതും നിലനിൽക്കുന്നതുമായ ഒന്നിനു വേണ്ടി ജീവിക്കുമ്പോൾ ജീവിതത്തിന് വിലയുണ്ടാകുന്നു. അപ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ബാല്യത്തിലും കൗമാരത്തിലും ജീവിതത്തിന് അന്ത്യം വരും എന്ന ചിന്ത കൂടാതെ ജീവിക്കുന്നു. യൗവനത്തിൽ വികാരങ്ങളുടെ സ്വാധീനത്തിൽ വിചാരശൂന്യരായി ജീവിക്കും. മധ്യവയസ്സിലെത്തുമ്പോൾ പണവും പ്രശസ്തിയും നേടുവാനുള്ള വെമ്പലിലാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു. സ്നേഹം മാത്രമേ സ്ഥായിയായുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നു. മരണത്താൽ മാഞ്ഞുപോകാത്ത സ്നേഹത്തിനായി അവർ ആഗ്രഹിക്കുന്നു. സ്നേഹിക്കുവാനായി ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിൽ സംതൃപ്തിയും നിത്യതയിൽ തുടർന്ന് ലഭ്യമാകുന്ന ബന്ധവും ലഭിക്കുന്നു. മരണകവാടത്തിന് അപ്പുറത്ത് എത്തുന്ന സ്നേഹബന്ധത്തിനായി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ പൂർണ്ണത ലഭിക്കുന്നു. സോളമൻ സകലത്തെയും വിശകലനം ചെയ്ത ശേഷം സകലവും മായ എന്ന് പറഞ്ഞു. ഏക ഭാര്യ-ഭർതൃ ബന്ധത്തിന്റെ പാവന സ്നേഹം എന്തെന്ന് അറിയാൻ പാടില്ലാത്തവണ്ണം അനേക വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ട സോളമൻ നിരാശക്കുഴിയിൽ പതിച്ചു. മരണാനന്തര ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന സ്നേഹബന്ധത്തെ നിരാകരിച്ച് മരണത്തിനപ്പുറം മാത്രം തീരുന്ന ജീവിത സുഖത്തിനു വേണ്ടി ജീവിച്ച സോളമൻ നിരാശനായി. ചില വർഷങ്ങൾക്കുള്ളിൽ നാം എല്ലാവരും ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടും. 100 വർഷം കഴിഞ്ഞാൽ നമ്മിൽ ആരും ഇവിടെ ഉണ്ടായിരിക്കേയില്ല. പുതിയ ഒരു ലോകത്തിൽ നാം എല്ലാവരും ഒന്നിച്ചുകൂടും. സ്നേഹത്തിന്റെ ചങ്ങല അന്ന് പൊട്ടിപ്പോകുകയില്ല. ഇന്ന് നാം പരസ്പരം സ്നേഹിച്ചാൽ മാത്രമേ അന്നും സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്നേഹത്തിന്റെ ചങ്ങല നിത്യതയിലും ബലവത്താണ്. കർത്താവായ ഈശോ ഈ നിമിഷത്തിൽ നമുക്ക് സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ തരട്ടെ. ആത്മാവിന്റെ ആ വലിയ വരദാനം നൽകി നമ്മളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ അയ്യമ്മസമ്മ നമ്മളെ സഹായിക്കുന്നതിനായിട്ട് കടന്നു വരട്ടെ. സ്നേഹപൂർവം, പ്രശാന്തച്ചൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.